മുഖ്യമന്ത്രി ആര് എന്നതുപോലെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് ആര്. ആ ചോദ്യത്തിനും എൽ ഡി എഫിൻ്റെ പരാജയത്തിനും പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ സംഭവിച്ച പോരായ്മകൾ ഉണ്ടോ എന്ന് തുടങ്ങി നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയാണ് എൽ ഡി എഫ് കൺവീനർ ശ്രീ ടി കെ രാമകൃഷ്ണൻ. സഖാവ് ടി കെ രാമകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്ന് പരിശോധിക്കാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന സമിതി യോഗം ഇന്ന് രാവിലെ AKG സെൻ്ററിൽ സഖാവ് പിണറായി വിജയൻ്റെ അധ്യക്ഷതയിൽ ചേരുകയുണ്ടായി. യോഗം പ്രധാനമായും തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ സംബന്ധിച്ച് പ്രാഥമികമായ അവലോകനം നടത്തുകയുണ്ടായി. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി വികസന രംഗത്തും ജനക്ഷേമ നടപടികളിലും അഭൂതപൂർവമായ നേട്ടമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കൈവരിച്ചത്. ജനങ്ങളുടെ ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഭരണ നടപടികൾ സഹായകരമായി. എന്നാൽ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ തോതിൽ തിരിച്ചടി നേരിട്ടു. കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൻ്റെ അനുഭവങ്ങളും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭരണ നടപടികളും പൊതുവെ പരിശോധിച്ചാൽ അതിനനുസൃതമായ തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാകേണ്ടത്. എന്നാൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ നടത്തി എന്നുള്ളതല്ല. ജനക്ഷേമ നടപടികൾ സ്വീകരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പല്ല ലക്ഷ്യം, ജനങ്ങളുടെ ജീവിതം തന്നെയാണ്. ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് സഹായകരമായ ഒട്ടനവധി നടപടികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സ്വീകരിച്ചു. ഇന്ത്യയിൽ ആദ്യമാണ് ഒരു സംസ്ഥാന ഗവൺമെൻറ് അതിദാരിദ്ര്യം പൂർണ്ണമായും പരിഹാരം കാണുന്നത്. ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിലാണ് അത്തരമൊരു നടപടി പൂർത്തീകരിച്ചത്. ഗവൺമെൻറ്റിൻ്റെ പാവപ്പെട്ട ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുടെ ഭാഗമാണ് വയനാട്ടിലെ കൽപ്പറ്റയിൽ നിർമ്മിച്ച ടൗൺഷിപ്പ്. ഇങ്ങനെ നിരവധി നടപടികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. ആ കാഴ്ചപ്പാടും നിലപാടുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടരുക തന്നെ ചെയ്യും. ജനങ്ങളുടെ ജീവിതത്തിന് സഹായകരമായ തുടർ നടപടികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുക എന്നത് തന്നെയാണ്. തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഒരു തിരിച്ചടി ഉണ്ടായി. ആ തിരിച്ചടി ഉണ്ടായതിനെ തുടർന്ന് ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ ഇടപെടാതിരിക്കുകയോ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമം നടത്താതിരിക്കുകയോ ചെയ്യുക എന്ന നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കില്ല. ജനങ്ങളോടൊപ്പം നിന്ന് ജനക്ഷേമ നടപടികൾ സംരക്ഷിക്കാനും അത് കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയത്തക്ക നിലപാടുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുക തന്നെ ചെയ്യും. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്
ലക്ഷക്കണക്കിന് വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ പ്രതികൂലമായ സാഹചര്യത്തിൽ. അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയ എല്ലാ ജനവിഭാഗങ്ങളെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭിനന്ദിക്കുന്നു. രാഷ്ട്രീയമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിൽക്കുന്നവർ മാത്രമല്ല, മറ്റിതര വിഭാഗങ്ങളും വിവിധ മണ്ഡലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സഹായകരമായ നിലപാട് സ്വീകരിച്ച എല്ലാ വോട്ടർമാരെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭിനന്ദിക്കുന്നു. എന്തുകൊണ്ട് ഈ തോൽവി ഉണ്ടായി എന്നുള്ള പ്രശ്നം അതിസൂക്ഷ്മമായ വിശകലനത്തിന് വിധേയമാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഓരോ പാർട്ടിയുടെയും എല്ലാ തലങ്ങളിലുമുള്ള കമ്മിറ്റികൾ യോഗം ചേർന്ന് എന്താണ് തിരിച്ചടിക്ക് കാരണം, തോൽവിക്ക് കാരണം എന്താണ്? ഒരിക്കലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ തോൽക്കേണ്ടതല്ല, എന്നാൽ തോറ്റു. ആ ജനവിധി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അംഗീകരിക്കുന്നു. ജനവിധി അംഗീകരിച്ചുകൊണ്ട് എന്താണ് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് കാരണമായത്, ആ കാരണങ്ങളെ സംബന്ധിച്ച് സമഗ്രമായ പരിശോധന നടത്തുക എന്നത് തന്നെയാണ് കാണുന്നത്. ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട് ജൂൺ 15-ാം തീയതിക്കുള്ളിൽ പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ കമ്മിറ്റികളിൽ മാത്രമല്ല, ജനങ്ങളുടെ പ്രതികരണം കേൾക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സജ്ജമാണ്. ജനങ്ങൾ, എല്ലാ വിഭാഗം ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പാർട്ടികളും, ഈ മുന്നണിയിലെ പാർട്ടികളും എന്താണോ തിരുത്തേണ്ടത്, ജനങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച്, ജനങ്ങളുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് തിരുത്തൽ നടപടികളിലേക്ക് പോവുക എന്ന് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉദ്ദേശിക്കുന്നത്. ജനങ്ങളാണ് പ്രധാനം. ജനങ്ങളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകും. ഈ പരിശോധനകൾക്ക് ശേഷം, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുമുള്ള ഈ പരിശോധനയ്ക്ക് ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗം ചേർന്ന് സംസ്ഥാനത്തെ പൊതു അന്തരീക്ഷം വിശകലനം ചെയ്ത് ആവശ്യമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതാണ്. വളരെ സൂക്ഷ്മമായ ഒരു വിശകലനമാണ് ഉദ്ദേശിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പാർട്ടികൾ ഈ സൂക്ഷ്മതലത്തിലുള്ള പരിശോധന ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ട് പ്രവർത്തന രീതിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി കൂടുതൽ കരുത്താർജിച്ച് മുന്നോട്ട് പോകാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉദ്ദേശിക്കുന്നത്. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം കേരളത്തിൻ്റെ നാനാ പ്രദേശങ്ങളിൽ BJPയുടെയും UDFൻ്റെയും അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാലക്കാട് CPIMൻ്റെ ജില്ലാ കമ്മിറ്റി ആഫീസിൽ ഈ UDF പ്രവർത്തകരോടൊപ്പം പോലീസും കയറി ആക്രമിക്കുന്ന നില ഉണ്ടായി. പോലീസിൻ്റെ അക്രമത്തെയും UDFൻ്റെ അക്രമ നടപടികളെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തമായി അപലപിക്കുന്നു. ഒരു കാരണവശാലും ഇത്തരം അക്രമ സംഭവങ്ങൾക്ക് കീഴ്പ്പെട്ടു കൊടുക്കാൻ കഴിയുന്നതല്ല. അക്രമങ്ങൾ അവസാനിപ്പിക്കണം. അക്രമികൾക്കെതിരെ പോലീസ്
ശക്തമായ നടപടികൾ സ്വീകരിക്കണം. ഇത്തരമൊരു സമീപനമാണ് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുന്നത്. ഇവിടെ ഒരു പ്രത്യേക സാഹചര്യം കേരളത്തിൽ രൂപപ്പെടുകയാണ്. BJP കേരളത്തിൽ ആദ്യമായി 3 സീറ്റിൽ വിജയം കൈവരിച്ചു. നേരത്തെ ഒരു മണ്ഡലമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 3 മണ്ഡലത്തിൽ അവർ ജയിച്ചു. ഈ ജയത്തിൻ്റെ അടിസ്ഥാനം പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ജയത്തിന് സഹായകരമായ നിലപാടാണ് പൊതുവെ കോൺഗ്രസും UDFും സ്വീകരിച്ചത്. അതിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ച് വിശദമായ പരിശോധന നടത്തേണ്ടതുണ്ട്. കേരളത്തെ വർഗീയമായി ചേരിതിരിക്കാനുള്ള ശ്രമം നടന്നാൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായ ആ ശ്രമം നടന്നിട്ടുണ്ട്. ഒരു കാരണവശാലും അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മതനിരപേക്ഷ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണം. ഒരു കാരണവശാലും വർഗീയമായി ജനങ്ങൾ ചേരിതിരിയാൻ പാടില്ല. ജനങ്ങൾ നല്ല ഐക്യത്തോടുകൂടി ഒറ്റക്കെട്ടായി നമ്മുടെ നാട്ടിൽ ജീവിക്കണം. അതിന് സഹായകരമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കും. എന്നാൽ കേരളം വർഗീയമായ നിലപാടുകളിലേക്ക് കേരളത്തെ തിരിച്ചു കൊണ്ടുപോകാൻ അതിനിഗൂഢമായ നീക്കങ്ങൾ നടക്കുന്നു. ആ നീക്കങ്ങൾക്കെതിരെ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭ്യർത്ഥിക്കുന്നു. ജനങ്ങളുടെ സാഹോദര്യവും സൗഹാർദ്ദവും പരസ്പര സ്നേഹവും വളരെ പ്രധാനപ്പെട്ടതാണ്. ആ അന്തരീക്ഷം കാത്തുസൂക്ഷിക്കുന്നതിന് സഹായകരമായ നിലപാടാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ബഹുജന പ്രസ്ഥാനങ്ങളും സ്വീകരിക്കേണ്ടത് എന്നുള്ള അഭിപ്രായം കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വയ്ക്കും. ഇതാണ് ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗം ചർച്ച ചെയ്ത വിഷയങ്ങൾ എന്നുള്ള നിലയിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത്. മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിൻ്റെയും അടി തീരുന്നില്ല. എന്തായാലും ജനം കാത്തിരിക്കുകയാണ് ഉത്തരത്തിനായി. മുഖ്യമന്ത്രി ആര്, പ്രതിപക്ഷ നേതാവ് ആര്? എന്തായാലും കാത്തിരുന്നല്ലേ പറ്റൂ. വേഗം കാണാം മറ്റൊരു വിശേഷവുമായി. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് ലക്ക്.